പാചകത്തിന്റെയൊക്കെ ആദ്യ പാഠം നമുക്ക് എല്ലാവർക്കും അമ്മയിലൂടെ തന്നെയായിരിക്കും അല്ലേ? ഒരു ദോശ ചുടാനും, മുട്ട പൊരിക്കാനും, ചോറ് തിളപ്പിക്കാനും, ഒരു നല്ല ചായ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചത് അമ്മയായിരിക്കില്ലേ? അങ്ങനെ തുടങ്ങിയ നമ്മുടെയൊക്കെ കുക്കിംഗ് ഇഷ്ടം ഇന്നത്തെ കാലത്ത് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ സഹായിച്ച 2 ഘടകമായിരിക്കില്ലേ യൂട്യൂബും, ഇൻസ്റ്റാഗ്രാമും ഒക്കെ? എത്ര എത്ര കോണ്ടന്റ് ക്രിയേറ്റേഴ്സാ! എന്തോരം വെറൈറ്റി റെസിപ്പീസാ! പക്ഷേ ഞാൻ എൻ്റെ ടീനേജ് സമയത്ത് ശരിക്ക് പറഞ്ഞാ ഒരു 8ലോ 9ലൊക്കെ പഠിക്കുമ്പോൾ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്ന കുക്കിങ്ങിന്റെ ആദ്യ സെഗ്മെന്റ് കഴിഞ്ഞ് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാൻ സഹായിച്ച ഒരാളുണ്ട്. മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട് പറയാം. തൃശ്ശൂർകാരുടെ സ്വന്തം, ദുബായ്ക്കാരുടെ സ്വന്തം വീണ ചേച്ചി. എന്റെ കണ്ണിൽ അന്നും ഇന്നും എന്നും ഓൾവേസ് ദ ഗോഡ് വീണ ജാൻ ഫ്രം വീണാസ് കറി വേൾഡ്. ഒരു നല്ല ബിരിയാണി ഉണ്ടാക്കിയതും, ഒരു നല്ല ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയതും, എന്തിനേറെ മലയാളിയുടെ സ്വന്തം വിഭവങ്ങളായ സാമ്പാർ, അവിയൽ, കൂട്ടുകറി, എരിശ്ശേരി, പായസം അങ്ങനെ വേണ്ട എല്ലാം പഠിച്ചത് അവിടെ നിന്നായിരിക്കും. ഇന്നും എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും തോന്നിയാൽ ഉടനെ ചെന്ന് നോക്കുന്നത് വീണ ചേച്ചിയുടെ വീഡിയോസ് ആവും. അതുകൊണ്ടെന്താ കോളേജ് പഠിക്കുമ്പോൾ മെസ്സ് പൂട്ടി പോയപ്പോഴും 4 വർഷം ഹോസ്റ്റലിൽ പട്ടിണി കിടക്കാതെ 3 നേരം വെച്ചുണ്ടാക്കി കഴിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായി. ഇന്നീ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഹോസ്റ്റലിൽ പലപ്പോഴും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ബിരിയാണി ഓർമ്മ വന്നു. തട്ടിക്കൂട്ടിയതും അല്ലാതെ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചതും ഓർമ്മ വന്നു. അതുകൊണ്ടെന്താപ്പോ ഇതൊക്കെ പറയാൻ പറ്റി. ഒരബദ്ധം പറ്റിയത് എന്താന്നറിയോ? ഈ വീഡിയോ എടുക്കുന്നത് മാത്രേ ഉള്ളൂ. ഉണ്ടാക്കുന്നത് മാത്രം. കഴിക്കുന്നതൊന്നും എടുത്തു പോവില്ല. എന്തുകൊണ്ടാന്നറിയോ? അതേ ഹോസ്റ്റലിലെ അതേ വെപ്രാളം. ഉണ്ടാക്കാൻ കാണിക്കുന്ന ക്ഷമ കഴിക്കാൻ നേരത്ത് കണ്ടില്ല. അത്രേ ഉള്ളൂ. ബൈ.